കാണുന്നുണ്ടോ? യെസ് വിസിബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നോമ്പ് തറയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഓക്കെ എന്നാണ് വിചാരിക്കുന്നത്. ഞാനിങ്ങനെ ഒരുപാട് സമയം വലിച്ചു നീട്ടി അങ്ങനെയൊന്നും എടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം നമുക്ക് എന്നാൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് എന്നതിനൊക്കെ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതും പറയാൻ പറ്റും. ഫ്രീ ആയിരിക്കും, ഭയങ്കര ഫോർമലായിട്ട് അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് പോലെ പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വൃന്ദ. ഞാനിപ്പോൾ കറൻ്റ്ലി റിലക്കസിൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. പിന്നെ എനിക്ക് പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ സൈക്കോളജി ആയിരുന്നു. അപ്പം പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് പാരൻറ്റിങ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പഠിക്കുമ്പോഴേ അതിലിങ്ങനെ റെഫർ ചെയ്യാനും അത് റിലേറ്റഡ് പേപ്പേഴ്സും അങ്ങനത്തെ കോഴ്സൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്തുന്നത്. അപ്പം അങ്ങനെ എനിക്കുള്ള എൻ്റെ കുറച്ച് അറിവും എനിക്ക് എൻ്റെ സാറന്മാരും എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ഇതിൽ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് തന്നെ കടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു വൺ അവറിൽ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ആക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ റെലക്കസിന് ഞാനൊരു താങ്ക് യു പറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പാരൻറ്റിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു മാനസിക മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം റെലക്കസ് എപ്പോഴും അതിലൊരു പ്രത്യേകമായിട്ടൊരു താല്പര്യം എപ്പോഴും കാണിക്കാറുണ്ട്. ഇതിന് മുന്നേ ഇതേപോലെ ഒരു വർക്ക്ഷോപ്പ് ഒരു വെബിനാർ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തും റെലക്കസിന് അതിൽ പ്രത്യേകമായിട്ട് അവരതിലൊരു ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കാറുണ്ട്, അങ്ങനത്തെ കേസസ് എടുക്കുന്നതിലാണെങ്കിലും ഒക്കെ. അപ്പം അത് ഞാൻ ഈ ഒരു സമയത്ത് അതിനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ആക്ച്വലി ഇപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു പാരൻസും അത്യാവശ്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു സൈക്കോളജി സ്റ്റുഡൻസും ഉണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ എന്താ പറയുക, ടീച്ചേഴ്സും മേ ബി ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരെയാണോ ഫേസ് ചെയ്യുന്നത്, അതായത് ഇപ്പം പാരന്റ് ആണെങ്കിലും നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും കുട്ടികളാണ് കേസ് ആയിട്ട് വരുന്ന കുട്ടികൾ, പിന്നെ ടീച്ചേഴ്സ്, ക്ലാസ്സിലുള്ള കുട്ടികൾ. അപ്പം നിങ്ങളുടെയൊക്കെ സറൗണ്ടിങ്സിലുള്ള കുട്ടികളൊക്കെ ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഭയങ്കര അവർക്ക് നല്ലൊരു ഭാവി, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സമയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്കിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞതിൽ പലരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 7:42 ആണ് ഇപ്പൊ സമയം. അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ടൈമാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര എക്സ്ഹോസ്റ്റഡ് ആയിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സമയമാണ്. ഫുഡ് ഉണ്ടാക്കുന്ന സമയം ഉണ്ടാവും, നമ്മൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയം. അപ്പൊ ആ സമയമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു വെബിനാറിന് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു നോളേജ് അറിയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവാണ്. അത്രയും ഫോർവേഡ് ആയിട്ടുള്ള, അത്രയും ഇതിനോട് താല്പര്യമുള്ള, നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ വരുന്നതാണ്, പ്രത്യേകിച്ച് നോമ്പൊക്കെ ഉള്ള ഈ ഒരു സമയത്ത്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ആക്ച്വലി ഇപ്പൊ സൈക്കോളജിയിൽ എല്ലാ സൈക്കോളജി സ്റ്റുഡൻസും പാരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് പഠിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും പഠിക്കേണ്ടതും പാരന്റ്സ് ആണ്. അപ്പൊ അത് പാരന്റ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് എൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നമുക്കത് എങ്ങനെ ഒന്നും കൂടെ സയന്റിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിന് മുന്നേ നമ്മൾ നടത്തിയ ഏകദേശം ഇതേ സ്ട്രക്ചറിൽ നമ്മളൊരു വെബിനാർ നടത്തിയിരുന്നു. അതിലുണ്ടായിരുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ഇല്ലെന്ന് തോന്നുന്നു, ഇല്ലേ? കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു. ഈ സ്ലൈഡ് കാണുന്നില്ലേ? ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ മുന്നത്തെ വെബിനാറിലും പറഞ്ഞിരുന്നു, നമ്മൾ എന്തൊരു കാര്യം അല്ലെങ്കിൽ
എവിടെ നമ്മൾ പാരന്റിങ് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് എന്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിലൊരു ബേസിക് ആയിട്ട് നമുക്ക് ആ കുട്ടിയെ പറ്റിയിട്ട് അറിയാം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് നോ യുവർ കിഡ് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ബേസിക് ആയിട്ട് അവരെങ്ങനെയാണ്, ഓരോ ആളുകളും യുണീക്ക് ആണല്ലോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ആണല്ലോ, അപ്പൊ അവരെങ്ങനെയാണെന്ന് അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന് ഭയങ്കര പേഷ്യൻസ് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ഒരു നേച്ചർ എങ്ങനെയാണ്, അവൾക്ക് എന്തിനോടാണ് താല്പര്യം, എന്താണ് അവളുടെ ഒരു ഇഷ്ടമുള്ള ഏരിയ എന്നുള്ളത് അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ നമ്മുടെ കുട്ടിയെ അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യുന്നതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ലെവൽ എന്നുള്ളത് കുട്ടിയെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ അറിയുമ്പോൾ, കുട്ടിയെ അറിയാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എപ്പോഴും ഉണ്ട് ഒരു ടെൻഡൻസി, നമ്മൾ ഇച്ചിരി വലുതാണ് അവരേക്കാ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈവൻ ഞാനും എൻ്റെ ഇപ്പം അനിയനൊക്കെ ആണെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്യും എനിക്കിങ്ങനെ കറക്റ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും. അപ്പൊ നമുക്ക് നമ്മുടെ താഴെയുള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുന്നതും തന്നെ വേണ്ട, വേണ്ട, അത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ വന്ന് ഇടപെട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം നമ്മളിങ്ങനെ റഷ് ചെയ്യരുത്. അത് അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. ഒന്നും നമ്മൾ റഷ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു കാര്യം കുട്ടി ചെയ്യുമ്പോഴാണ് വേ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റഷ് ചെയ്യരുത് നമ്മൾ എപ്പോഴും പറയും. അപ്പം അങ്ങനെ പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും കുട്ടികളിൽ. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക കുട്ടിയായിട്ട് നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആണ്. എപ്പോഴും നമ്മൾ എന്താണ് കുട്ടിയായിട്ട് നല്ല കണക്റ്റഡ് ആവണം, എന്നാലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കണക്ട് ബിഫോർ കറക്റ്റ് എന്നാ നമ്മൾ പറയാം. അതായത് ഇപ്പൊ നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. എപ്പോഴും നമ്മൾ നമ്മളിലോട്ട് നോക്കിയാൽ മതി കുട്ടിയെ പറ്റിയിട്ട്, കുട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ. നമ്മളിപ്പം നമ്മൾ കുട്ടിയാവുമ്പോ എന്നുള്ളതിനൊക്കെ ഉപരി നമ്മൾ വലുതായിട്ട് തന്നെ എന്നെ ഇപ്പൊ ഒരാള് കറക്റ്റ് ചെയ്യാൻ, ഇവിടെയുള്ള ആരെങ്കിലും എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആൾ എന്നോട് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ആള് പറയുന്ന കറക്ഷനെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അതിന്റെ രീതി. നമ്മളോട് ഒരാൾ ഡയറക്റ്റ് വന്ന് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇങ്ങനെ വേണ്ടേ എന്നുള്ള ഈവൻ സജഷൻ ആണെങ്കിൽ പോലും നമ്മൾ കണക്റ്റ് ആവാണ്ട് നമ്മളോട് ഒരാൾ കറക്ഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് ഒരിക്കലും ഉള്ളോട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുക ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വരിക. യൂഷ്വലി നമുക്ക് അങ്ങനെയാണല്ലോ തോന്നാറ്. അപ്പൊ കുട്ടിയുടെ കാര്യത്തിൽ അത് ഒന്നും കൂടെ സെൻസിറ്റീവ് ആണ്. കുട്ടിയായിട്ട് എത്രത്തോളം നമ്മൾ കണക്റ്റഡ് ആവുന്നോ അത്രയും നല്ല രീതിയിൽ അവനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഇന്ന കോൺസിക്വൻസസ് ഇല്ലാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കുട്ടിയെ സംബന്ധിച്ച് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാനിങ്ങനെ നമ്മൾ സാധാരണ ചില വെബിനാറിലോ അല്ലെങ്കിൽ ചില ഇങ്ങനെ കോൺവെർസേഷനിലൊക്കെ സംസാരിക്കുമ്പോൾ പല ആളുകൾക്കും ഇപ്പം സൈക്കോളജി സ്റ്റുഡൻസ് അല്ലാത്ത ഇങ്ങനെ വലിയൊരു സൈക്കോളജിക്കൽ എക്സ്പോഷർ ഇല്ലാത്ത ആളുകളിലൊക്കെ വിചാരിക്കാം നമുക്ക് പല മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റി നമുക്ക് അറിയാലോ, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെയൊക്കെ പറ്റി. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്നിങ്ങി ജന്മനാ വരുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ എങ്ങനെയെങ്കിലും ഒരു അറ്റ്മോസ്ഫിയറിന്ന് വരുന്നതോ അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരി ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, പാരന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലംസ് കാരണം, റിലേഷൻഷിപ്പിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണവും പല മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും വരും. മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഒരു മൊമെന്റിൽ പൊട്ടിപ്പുറപ്പെടുന്ന സാധനമല്ല. അതേപോലെ ജെനറ്റിക് ആയി വരുന്നതും ഉണ്ട്. പക്ഷെ ജെനറ്റിക് ആയിട്ട് വരുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി കൊണ്ട് വരുന്നത് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി പല റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് കാരണം മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസും എസ്പെഷ്യലി കുട്ടികളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മളൊരു ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ റിലേഷൻഷിപ്പ് എത്രത്തോളം നന്നാവുന്നോ അത്രത്തോളം കുട്ടിക്ക് എന്തായിരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെയാ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ നല്ലതായി കണ്ടാൽ തന്നെ കുട്ടിക്ക് സന്തോഷം. അപ്പം നമ്മളെപ്പോഴും സ്നേഹിക്കുന്നത്, നമ്മൾ അടി കൂടുന്നതൊക്കെ ചിലപ്പോൾ കുട്ടി കാണുന്നുണ്ടാവും. നമ്മൾക്ക് അത് പബ്ലിക്കലി ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊന്ന് സ്നേഹിക്കുന്നതോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സോറി പറയുന്നതോ അപ്രിഷിയേറ്റ് ചെയ്യുന്നതോ അഡോർ ചെയ്യുന്നതോ ഒന്നും കുട്ടി കാണുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ അതൊക്കെ കുട്ടി കാണുന്നത് നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ കുട്ടിയും അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, കുട്ടീനെയും അപ്രിഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് പല മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനും നമുക്ക് അതിനൊക്കെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിലേഷൻസ് നമ്മളെ സഹായിക്കും. പിന്നെ ഇപ്പം ആസ് എ ടീച്ചർ ആണെങ്കിലും അതെ, ഒരു ടീച്ചർ എന്നുള്ള ഇതിലിപ്പോൾ ഒരു ടീച്ചർ ഓഡിയൻസ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇല്ലെങ്കിലും ആസ് എ ടീച്ചർ ആവുമ്പോഴും നമുക്ക് ഈ കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ടീച്ചർ എനിക്ക് തോന്നുന്നു ഒരു അമ്മയുടെ ഒക്കെ പോലത്തെ റോള് പല കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എൻ്റെ ലൈഫിൽ.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടീച്ചറായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എൻ്റെ ഒരുപാട് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസിലോട്ട് പോവാതിരിക്കാനും അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിലും നമുക്കിത് ആലോചിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആക്ച്വലി ഇപ്പൊ ഈ ഒരു വെബിനാർ കൊണ്ട് ഞാൻ ഇതിന് മുന്നേ നമ്മൾ വെബിനാർ വെച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ വീട്ടിലുള്ള ചില ഇൻസിഡന്റുകൾ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇരുന്ന് ഫോക്കസ് ചെയ്തിരുന്നു, ഒരു പോസിറ്റീവ് പാരന്റിങ് എന്നുള്ള ഒരു ഇതിൽ. പക്ഷെ ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, ഈ ഒരു ഇതിൽ നമ്മൾ അതിന്റെ ഇതൊക്കെ സർക്കുലേറ്റ് ചെയ്തപ്പം ഒരുപാട് എന്താ പറയാ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് നെ പറ്റിയിട്ട് പാരന്റ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് നമുക്കിപ്പോ ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, ഇനി അസുഖം എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു ട്രേറ്റ് ഉണ്ട്, ഇങ്ങനെ നേച്ചർ ഓഫ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, കുട്ടികളിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയുമ്പോൾ അതിപ്പോ ഒരിക്കലും നമ്മുടെ കുട്ടിയിൽ അതിലെ ചെറിയൊരു സാധനം കാണുമ്പോൾ അവന് ADHD ആണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ശ്രമിക്കരുത് ഡയഗ്നോസ് ചെയ്യാനോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളതിന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോ നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡോക്ടറെ കാണണം എന്നറിയാൻ നമുക്കത് പനിയാവാൻ സാധ്യത ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ കാര്യം, അത് നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്നെ നമ്മൾ പനിയാണെന്ന് സ്ഥിരീകരിക്കരുത്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സാധനം കാണുമ്പോൾ തന്നെ ഇങ്ങനെയാണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ട്രൈ ഒന്നും ചെയ്യരുത്. പക്ഷെ നമുക്കത് അറിയണം, ഇങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ കുട്ടികൾക്കായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈ ഒരു വെബിനാറിൽ മെയിൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം. പിന്നെ മാത്രമല്ല, അങ്ങനെ നമ്മൾ അറിഞ്ഞാലാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഒരു റെമഡിയൽ കോച്ചിങ് എടുക്കാനോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ നമ്മൾ എത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ പറ്റിയിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടോ നമുക്ക് അറിയാത്തോടത്തോളം കാര്യം നമ്മൾ ആ പ്രൊഫഷനിൽ എത്തില്ല. അപ്പൊ അങ്ങനത്തെ എത്താൻ കൂടെ നമ്മളെ ഈ നോളേജ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആക്ച്വലി നമുക്ക് ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ? എനിക്കിങ്ങനെ ജസ്റ്റ് ഒരു ഇത് തരാവോ, ഒരു ഫീഡ്ബാക്ക് പോലെ, ഓക്കെ ആണോ? ജസ്റ്റ് ആരെങ്കിലും ആരൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ആണെന്ന്. മെസ്സേജ് വല്ലതും ഇല്ല അല്ലെ? ഓക്കെ ആണ്. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സ്ലൈഡ് ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ലേണിംഗ് ഡിസോർഡേഴ്സിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ADHD എന്നുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നുള്ളതിനെ പറ്റിയിട്ടും കൂടിയാണ് പറയുന്നത്. പിന്നെ അതേപോലെ ആങ്സൈറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടും. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറ്റൻഷൻ, ഞാൻ വിചാരിച്ചു ADHD-യിൽ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്റെ കുട്ടിക്ക് ഇതുണ്ടല്ലോ, അപ്പൊ എന്റെ കുട്ടിക്ക് ADHD ആവുമോ, അങ്ങനത്തെ രീതിയിലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ കേട്ടാൽ മതി. പിന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ട്രൈറ്റ് നമ്മുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു സാധനം കൂടെ അതിൽ വരുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം എന്നുള്ളത് മാത്രം വിചാരിക്കുക. അപ്പം ADHD എന്നുള്ളത് ആക്ച്വലി എന്താ പറയാ, ആൺകുട്ടികളിലാണ് കൂടുതൽ ADHD കണ്ടുവരുന്നത്, മെയിൽസിലാണ് കൂടുതൽ ADHD കാണുന്നത്. പിന്നെ സംഭവം ADHD എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും. റെസ്റ്റ്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിമുലൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും ഭയങ്കര എന്താ പറയാ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ട് ഓടിക്കൊണ്ടേയിരിക്കുക. അതേപോലെ നമ്മൾ സാധാരണ കുട്ടികൾ പല കളികളും പഠിക്കുന്നത് നമ്മളിങ്ങനെ, ഇപ്പൊ നമ്മളിപ്പോൾ ഒളിച്ചുകളിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾ ആ കളി പഠിക്കുമല്ലോ. അപ്പൊ നമ്മളിപ്പോൾ ഒളിച്ചുകളിയൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ഇതാണ് പറഞ്ഞത് ഇത് ചെയ്യണം എന്ന് കുട്ടിക്ക് അത് ഡീകോഡ് ചെയ്ത് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അതാണ് ADHD-യുടെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ ഭയങ്കര അറ്റൻഷന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആക്ച്വലി കുറച്ച് അറ്റൻഷൻ കൊടുത്തതുകൊണ്ടാവുമല്ലോ നിങ്ങൾക്ക് കേൾക്കുന്നേ. അതുപോലെ ഒരു കാര്യം ഇങ്ങനെ കേട്ട് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എപ്പോഴും കുട്ടിക്ക് ഉണ്ടാവും. ഭയങ്കരമായിട്ട് കുട്ടി എന്ത് ചെയ്യും, ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോ. ഇതൊരു എന്താ പറയാ ക്ലിനിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിസോർഡർ ഒക്കെയാണ്. പക്ഷെ ഇതിനെ വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കുഞ്ഞു സിംറ്റംസ് എന്നുള്ള രീതിയിൽ പറയുന്നേ ഉള്ളൂ. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാനും, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പൊ കണക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പം നോക്കി ചെയ്യണ്ടേ, അപ്പൊ അതിന് കോൺസെൻട്രേഷൻ ആവശ്യമാണല്ലോ. അപ്പൊ അതിലൊക്കെ എപ്പോഴും എന്ത് വരും,
ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതൊരു അങ്ങനെ അവർക്കൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും കുട്ടി. അതാണ് ADHD ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം ADHD എന്നുള്ളത് ജനറ്റിക് ആയിട്ട് ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, പക്ഷെ മുഴുവൻ ജനറ്റിക് ഫാക്ടേഴ്സ് ആണെന്ന് പറയാനും പറ്റില്ല. പിന്നെ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ഈ ഏരിയ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയും, ഈ ഏരിയ പ്രീഫ്രണ്ടൽ ലോബ് എന്ന് പറയും. അപ്പൊ അവിടെയൊക്കെ പ്രോബ്ലംസ് വരുന്നതിനെ അതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകുന്നില്ല. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ ലോ ബർത്ത് വെയിറ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലോ ബർത്ത് വെയിറ്റ് എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തത്. നമ്മൾ വിചാരിക്കും ചില സാധനം ഇപ്പം കുട്ടിക്ക് ഒരു മൈൽ സ്റ്റോൺ പോലെ കുട്ടി ഇന്ന വയസ്സിൽ നടക്കും, ഇന്ന വയസ്സിൽ എഴയും എന്നുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഇന്ന വയസ്സിലാണ് ഈ കാര്യം ചെയ്യുക എന്നുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ചെറിയ മാറ്റം വരുമ്പോൾ നമ്മൾ വിചാരിക്കാം ഇറ്റ്സ് ഓക്കെ, അത് അങ്ങ് കോപ്പപ്പ് ചെയ്തങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിൽ വിചാരിക്കും. പക്ഷെ അങ്ങനെ ആയിക്കോളന്നില്ല. അപ്പൊ കുഞ്ഞു സാധനം വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, കഴിഞ്ഞതിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കുന്ന കാലം മൊത്തം ഈ കാലത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സാധനങ്ങളിലായിരിക്കും ആ കുട്ടി പിന്നീട് ജീവിക്കുന്നത് മൊത്തം. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ബർത്ത് വെയിറ്റില് പ്രശ്നം വരുന്നതും ADHD കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ പാരന്റിന്റെയും കുട്ടിയുടെയും ഇന്ററാക്ഷനിൽ വരുന്ന പ്രോബ്ലംസും ഇതിനൊന്ന് ADHD എൻഹാൻസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇന്ററാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ADHD ആക്ച്വലി ഇപ്പം ഇതൊരു അസുഖം എന്നുള്ള രീതിയിലല്ലാണ്ട് നമ്മൾ അതിനൊന്നും കൂടെ ഇതായി കാണുവാണെങ്കിൽ ആക്ച്വലി ഇതൊരു ഡിസോർഡറിന് എന്നതിനേക്ക് ഉപരി പല ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. അവര് ആക്ച്വലി ADHD പല ട്രീറ്റുകളും കാണിക്കുന്ന കുട്ടികളായിരിക്കും. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികൾ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതായത് അക്കാദമിക്കലി ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ADHD ട്രീറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഉള്ള കുട്ടികൾക്ക് ADHD ട്രീറ്റ് നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പം വളരെ ഒന്നും കൂടെ ലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഡിഗ്രി ഒക്കെ പഠിക്കുന്ന, ഇപ്പൊ എനിക്കറിയുന്ന ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പിള്ളേർ എപ്പോഴും അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു എല്ലാ കുട്ടികളും എന്നല്ല, ഒരു കുറച്ച് പിള്ളേർക്കൊന്നും ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. എന്തിനാ കോളേജിൽ അവർക്ക് ഒന്നിനോടൊരു ഒരു ഒരു ഇതുണ്ടാവില്ല, ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പം അതിങ്ങനെ അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, ചലഞ്ചിങ് ആയിട്ടും സ്റ്റിമുലന്റ് ആയിട്ടും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ കോളേജുകൾക്കോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ എന്താ പറയാ ADHD എന്നല്ല, ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുന്നതും ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒക്കെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മുടെ എഡിസൺ ഉണ്ടല്ലോ, നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച എഡിസൺ തന്നെയാണ് പേരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അദ്ദേഹം ആക്ച്വലി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തതാണല്ലോ. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന് ഒരു അമ്മ ഒരു ലെറ്റർ എഴുതി, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം അതിലൊക്കെ ഇപ്പൊ ആക്ച്വലി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ആക്ച്വലി ആ സ്കൂൾ അദ്ദേഹത്തെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള, അത്രയും അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ADHD ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ ഭയങ്കര ഇമ്പൾസീവ്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് അവർക്ക് മാക്സിമം അവർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ എൻഗേജ്ഡ് ആക്കാനും അവരെ വാവെന്ന് തോന്നുന്ന രീതിയിൽ നിർത്താനുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഈ ഭയങ്കര ഇങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പൊ അക്കാദമിക് ആയിക്കോട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇപ്പം സയൻസ്, ഇപ്പൊ യുവജനോത്സവം പോലെ നമ്മുടെ സയൻസിന്റെ ശാസ്ത്രമേള ഉണ്ടല്ലോ, ശാസ്ത്രമേള ആയിക്കോട്ടെ, അതിലൊക്കെ ഭയങ്കര എക്സൽ ആയിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഇച്ചിരി ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്റ്റിമുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇതിലെ വേറൊരു കാര്യം. അപ്പോ നമുക്കപ്പോ കുട്ടികൾ ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നതിന്റെ ഒക്കെ ഇപ്പൊ ഒരു ടീച്ചർ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആയി പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റിമുലന്റ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനം ആവില്ല നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതില് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇത് കുറച്ചൊരു ക്ലിനിക്കൽ വശമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ അത് മാക്സിമം മാറ്റി നിർത്തിയിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ മാത്രമേ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ഒരുപാട് ഒരു സൈക്കോളജിക്കൽ വശവും ക്ലിനിക്കൽ ആയിട്ടുള്ള വശവും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി ഇപ്പൊ വീട്ടിൽ ഇച്ചിരി റെസ്റ്റ്ലെസ് ആയിട്ടുള്ള അങ്ങനത്തെ കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റൻഷൻ കൊടുക്കുന്നത് ഡിഫറൻഷ്യൽ അറ്റൻഷൻ എന്ന് പറയാം. നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ മുന്നത്തെ
വെബിനാറിലൊക്കെ പറഞ്ഞിരുന്നത്. അതായത് ഇപ്പം നമ്മൾ സാധാരണ വീട്ടിലിപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്തെങ്കിലും വികൃതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല അറ്റൻഷൻ കൊടുക്കും. അതായത് നമ്മൾ ചെന്ന് ചീത്ത പറയൽ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് നല്ല അറ്റൻഷൻ കൊടുക്കും. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്ത് നല്ലൊരു കാര്യം കുട്ടി ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ല ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, നല്ലൊരു ചെടി നട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാത്രമൊക്കെ കഴുകി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതിന് ചിലപ്പോൾ നമ്മൾ വേണ്ട അറ്റൻഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ എന്നുള്ള രീതിയിൽ ഒരു അപ്രിസിയേഷൻ കൊടുത്തോളണം എന്നില്ല. അപ്പൊ ആക്ച്വലി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന സാധനങ്ങൾ അവർക്കത് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പ്രത്യേകിച്ച് ADHD ഉള്ള കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത് വേണ്ടതിന് മാത്രം അറ്റൻഷൻ കൊടുക്കാം. പക്ഷെ ഇത് റിസ്ക് ആണ്, പറയുന്നത് പോലെ ഈസി അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഇപ്പൊ കുട്ടി ഒരു സാധനം തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അവിടെ അറ്റൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ എപ്പോഴും നമ്മൾ ആലോചിക്കുക, നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലുള്ള അറ്റൻഷൻ കുറച്ച് നമ്മൾ കൊടുത്താലും കുഴപ്പമില്ല എന്ന് വെക്കാൻ പറ്റും. അപ്പൊ നല്ലത് കുട്ടി ചെയ്യുമ്പോൾ അപ്രിസിയേഷൻ ചെയ്യാനും അറ്റൻഷൻ കൊടുക്കാനും നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം എന്ത് നേച്ചറുള്ള എങ്ങനത്തെ കുട്ടിയാണെങ്കിലും, അത് കുട്ടികൾ എന്നല്ല നമുക്ക് തന്നെ അങ്ങനെ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ ആ ബിഹേവിയർ വീണ്ടും ചെയ്യുക. ഓക്കെ, പിന്നെ അപ്രിസിയേഷന്റെ കാര്യം ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഒരു സിനാരിയോയിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരമുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ വേറെ അവർക്ക് ചുറ്റുന്നുള്ള നോളേജ് കിട്ടിയിട്ടും കുഞ്ഞു കുട്ടി പോലും നമ്മൾ പറയുന്നത് വളരെ വൃത്തിയായി കേട്ടിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാനൊക്കെ കുട്ടികൾ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം. അപ്പൊ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ അപ്രിസിയേഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ അപ്രിസിയേഷൻ ചെയ്യരുത്. അതായത് ഇപ്പൊ കുട്ടി ഒരു ചിത്രം വരയ്ക്കണം, അപ്പൊ വെറുതെ ഒരു 2 വര ഇട്ടിട്ട് നമുക്ക് ഇത് കൊണ്ട് തന്നിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹായ് നീ നന്നായി വരച്ചല്ലോ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. ഈ അപ്രിസിയേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ പല പാരന്റ്സും അങ്ങനെ വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു പറയുന്നതാണ്. ഒരു ലെവൽ ആവുമ്പോൾ അപ്രിസിയേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ വേണം. പക്ഷെ അത് ഒരിക്കലും കുട്ടിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടാത്ത രീതിയിൽ ഇന്നത് ചെയ്താൽ മാത്രമാണ് അപ്രിസിയേഷൻ കിട്ടുള്ളൂ, അങ്ങനത്തെ രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കുട്ടി ചെയ്താൽ അതിനൊക്കെ അപ്രിസിയേഷൻ കൊടുക്കാന്ന് വിചാരിക്കരുത്. അത് എവിടെയാ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി വിചാരിക്കും ഞാൻ എന്ത് ചെയ്താലും അപ്രിസിയേഷൻ കിട്ടും എന്ന് കുട്ടിക്ക് ഒരു തോന്നൽ വരും. അപ്പം അവന്റെ ഒരു ഗ്രോത്ത് കൂടാനോ അല്ലെങ്കിൽ അവളുടെ ഒരു ഗ്രോത്ത് കൂടാനോ ഇനിയും ഇതിൽ എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ ഇനിയും ഞാൻ എഫേർട്ട് ഇടണം എന്ന് തോന്നാനും കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ അളന്ന് കൊടുക്കുക. പക്ഷെ അത് വിചാരിച്ച് ഞാൻ വീണ്ടും പറയുന്നു, അപ്രിസിയേഷൻ കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ കുട്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഡിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്രിസിയേഷൻ കൊടുക്കണം എന്നും പറയും. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവണം എന്ന് പറയാം. കുട്ടി ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കണം. വെറുതെ ഒരു അപ്രിസിയേഷൻ കൊടുത്തിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യരുത്. പിന്നെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളുടെ ഒരു അപ്രോച്ചാണ്, അതായത് അച്ഛനൊന്നും അറിയില്ല, ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ അപ്രിസിയേഷൻ ചെയ്യും എന്നുള്ളൊരു സാധനം. അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചിത്രം വരയ്ക്കാന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ചെയ്ത് ഭയങ്കര അപ്രിസിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും അപ്രിസിയേഷൻ കിട്ടും. അച്ഛനൊന്നും അറിയില്ല, നമ്മൾക്കൊന്നും അറിയില്ല എന്നുള്ളൊരു തോന്നലും കുട്ടിക്ക് വരും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബാലൻസിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിലെ കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ പല ADHD പോലെ ട്രൈറ്റുകളുള്ള കുട്ടികളിൽ നല്ല സ്റ്റിമുലന്റ് ആയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിലോട്ട് അവർ ചാനലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം പല കുട്ടികളും എന്താ പറയാ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലോട്ട് അവരെ ചാനലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അപ്രിസിയേഷൻ ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ചാനലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് ഇങ്ങനെ സ്റ്റിമുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ടാസ്കുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നതിലും നമ്മൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് ബീഡ്സിന്റെ, അതായത് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ മാറ്റി വെച്ചുള്ള ഗെയിം നമുക്ക് കുട്ടിക്ക് കൊടുക്കാം. അതേപോലെ ക്ലേ ഒക്കെ നമ്മൾ ആക്ച്വലി എന്താ പറയാ ഇപ്പൊ ഒരുവിധം കുട്ടികളുടെ കയ്യിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആ കുട്ടീനെ ഇരുത്തി ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനേക്കാൾ ഉപരി എന്താ പറയാ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയും. അതായത് നമ്മൾ കണ്ണെത്തുന്നിടത്ത് കൈ പോവുക എന്നുള്ള പറഞ്ഞ പോലെ കൈയും കണ്ണും തമ്മിലുള്ള കണക്ഷൻ എന്താവാനും അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസിലോട്ട് നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നിരുന്നു, അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് അപ്രിസിയേഷൻ ചെയ്തിരുന്നു ബിൽഡിംഗ് ബ്ലോക്സിൽ. എത്രയോ ഇപ്പൊ എനിക്ക് 26 വയസ്സായേ. അപ്പൊ ആ കാലത്ത് ഞാൻ എത്രയോ ചെറുപ്പത്തിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ കളിച്ചിരുന്നതും അത് ചെയ്യുമ്പോൾ എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയിരുന്നത് ഇന്നും എനിക്ക് ഭയങ്കര എവിഡന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവും.
പിന്നെ അതേപോലെ പിക്ചേഴ്സ് കട്ട് ചെയ്യുന്ന ഗെയിം, ഗ്രെയിൻസ് സോർട്ട് ചെയ്യുന്നത്, ലെറ്റർ ക്യാൻസലേഷൻ, കളറിങ്, ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, ഇത് ജസ്റ്റ് ആക്ച്വലി ഇനിയും കുറെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഒന്ന് ഇരുത്താൻ പറ്റും, അവർക്ക് എക്സൈറ്റിംഗ് ആയിട്ട്, അവർക്ക് ഇങ്ങനെ സ്റ്റിമുലന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ ഇങ്ങനത്തെ ഗെയിംസ് നമ്മളെ സഹായിക്കും. പിന്നെ ആക്ച്വലി ഇപ്പോഴും നമ്മൾ പറയണ പോലെ തന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കാൻ പറ്റണം നമുക്ക്. അത് ഇത് നല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റണം. നമുക്ക് ഇപ്പൊ കുട്ടി ഇന്നൊരു കാര്യം ചെയ്യണം, കുട്ടീനെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ എന്ന് അവർക്ക് തോന്നരുത്. അടുത്തൊക്കെ ഇരിക്കും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ, അമ്മയുടെ മോള് നന്നായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ മോള് എന്താ പറയാ നല്ല മോളാണ് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് ഒരു സന്തോഷം. നമ്മൾ തന്നെ ആക്ച്വലി അത് ആഗ്രഹിക്കുന്നവരും, ഇത്ര ഇതായിട്ട് തന്നെ ഒരു വയസ്സായിട്ട് തന്നെ നമ്മൾ എത്രയോ അത് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അത് അത്രയും നീഡഡ് ആണ്. അങ്ങനെ അവർ ഇന്നത് ചെയ്താലാണ്, പെർഫെക്റ്റ് ആയാലാണ് എനിക്ക് എന്നെ അമ്മ ഇഷ്ടമാണെന്ന് പറയുള്ളൂ എന്ന് കുട്ടിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഫീലിംഗാ. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് വരരുത്. എന്ത് ചെയ്താലും അമ്മയച്ഛനും കൂടി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ വരുത്താൻ പറ്റണം. ഇതൊന്നും ഒരു ആക്ട് ആയിട്ട് ചെയ്യാന്നല്ല, നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് അത് ഫീൽ ചെയ്യും. നമ്മൾ ജെനുവിൻ ആയിട്ട് അത് ചെയ്യാനും അല്ലെങ്കിൽ കുറെയൊക്കെ അതിന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അത് മനസ്സിലാവും. ഇതിങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് എങ്ങനെ ഇപ്പൊ ചെയ്യാന്ന് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് നമ്മളത് പതിയെ 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 പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും, നമുക്ക് ഇഷ്ടമാണ്, നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിക്കോളാം. കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്ന കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ കുറച്ച് ലേണിംഗ് പ്രോബ്ലംസിനെ പറ്റിയിട്ട് ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിലൊന്ന് ഡിസ്ലെക്സിയാണ്. ഡിസ്ലെക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വായിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലെറ്റേഴ്സ് ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇപ്പൊ ഇങ്ങനെ ABCD അതൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊരു വേർഡാക്കി മനസ്സിലാക്കാനും അതിന്റെ കോംപ്രിഹെൻഷൻ, അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അത് എന്താ മീൻ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനൊക്കെ ഉപരി എപ്പോഴും എനിക്ക് ആക്ച്വലി ഇങ്ങനെ ക്ലാസ്സിൽ നമുക്ക് ഈ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് നമ്മളോട് ഇതിങ്ങനെ വായിക്കാൻ പറയും പാരഗ്രാഫ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ബെഞ്ച് തൊട്ട് ഇങ്ങനെ തുടങ്ങും, ഫസ്റ്റ് താള് തൊട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പൊ ഞാനൊരു നടുത്തൊക്കെ ബെഞ്ചായിരിക്കും. അപ്പൊ എനിക്ക് ആക്ച്വലി വായിക്കാനും അതേപോലെ തന്നെ എഴുതാൻ എനിക്ക് വലിയ കുഴപ്പമില്ല, വായിക്കാനും അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നും എനിക്ക് അത് ഉണ്ട് ആക്ച്വലി, ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉണ്ട്. പക്ഷെ ആ കാലത്ത് ഞാൻ അതിൽ നന്നായി സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു സാധനം ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഡിയും മാറിപ്പോകുന്നത്. അത് ആക്ച്വലി അത് മാറിപ്പോവാണെന്നുള്ളത് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ പോയാലും തെറ്റിപ്പോവും, ആ വേർഡ് തെറ്റിപ്പോവും. അപ്പൊ നമുക്ക് ചിലപ്പോ ചില കളിയാക്കലുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നീ വായിക്കാത്തോണ്ടാണ്, നീ പഠിക്കാത്തോണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് അത് പറ്റാത്തോണ്ടാണ്, എമ്പതിയാണ് അവിടെ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ ഡിസ്ഗ്രാഫിയ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗിൽ വരുന്ന മിസ്റ്റേക്കാണ്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരും, ഹാൻഡ് റൈറ്റിംഗും ഭയങ്കര മോശമായിരിക്കും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, ഭയങ്കര മോശമായിരുന്നു. അതേപോലെ അപ്പൊ അങ്ങനെ ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാകുമ്പോൾ നമ്മൾ കോപ്പി എഴുതാത്തോണ്ടാന്നാ സാധാരണ പറയാം, കോപ്പി എഴുതാത്തോണ്ടാണ് അല്ലെങ്കിൽ എഴുതി പഠിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി അതിനേക്കാളൊക്കെ ഉപരി കുട്ടികൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് മോട്ടോർ മൂവ്മെന്റ്സിൽ വരുന്ന പ്രോബ്ലംസ് ആയിരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ പെണ്ണിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രിപ്പ് വേണം പെണ്ണിങ്ങനെ പിടിക്കാൻ, അത് കറക്റ്റ് ആയിട്ട് കുട്ടിക്ക് പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇത്രത്തോളം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് സൈക്കോളജിയിൽ ഉണ്ട്. അതുപോലെ എന്താ പറയാ, അങ്ങനെ ചെയ്യിക്കുന്ന ഒരുപാട് ടെക്നിക്സ് നമ്മുടെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് കുട്ടികൾ എത്തുന്നില്ല. അത് അവര് പഠിക്കാത്തോണ്ടാന്ന് പറഞ്ഞ് കുറെ അടി കിട്ടിയിട്ടും അവര് കുറെ നിന്നെ കൊണ്ട് പറ്റണില്ല എന്നുള്ള രീതിയിൽ അവര് ഭയങ്കര ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് മോട്ടോർ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് കുട്ടിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കാൽക്കുലേഷനിൽ അഫ്കോഴ്സ് നമ്മൾ പറയണ പോലെ തന്നെ നമുക്ക് ഇൻഡു ചെയ്യാനും ഹരിക്കാനും, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇൻഡു ചെയ്യാനായിരുന്നു. ഹരിക്കാൻ ഞാൻ പിന്നെ ഒപ്പിക്കുമായിരുന്നു, ഇൻഡു ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ അതേപോലെ ചിലവർക്ക് ഇൻഡു ചെയ്യുന്നതും പ്ലസ് ചെയ്യുന്ന സിമ്പിൾസ് ആണല്ലോ അത്. അപ്പൊ ഈ സിമ്പിൾസ് രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവണം. അപ്പൊ ഈ ഇൻഡും പ്ലസും തമ്മിൽ ഇങ്ങനെ ചെരിച്ചു വെച്ചതിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അത് മാറിപ്പോകുന്നുണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ വരും. അതേപോലെ തന്നെ കൈ ഉപയോഗിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ 1 2 അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് കൈ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഡിസ്കാൽക്കുലിയിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നു എന്നുള്ളൂ, ഭയങ്കര ഇൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പം ഇതിലെന്താ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു, നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തെത്തി, അല്ലെങ്കിൽ ഒരു റെമഡിയൽ കോച്ചിങ്ങിനൊക്കെ വിട്ട് നമ്മളത് ഓക്കെ ആക്കി എടുത്തു. അപ്പോൾ ഓക്കെ ആക്കി എടുക്കുമ്പോൾ ആസ് എ പാരന്റ് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടിൽ നമ്മൾ കുട്ടിക്ക് ഓൾറെഡി അവനിങ്ങനെ ഇപ്പൊ ക്ലാസ്സിൽ വായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, എഴുതുമ്പോൾ എപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ അവന് തന്നെ ഭയങ്കര പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഭയങ്കര അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഐ എം നോട്ട് ഇനഫ് എന്നുള്ള സാധനം അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ചെറുതായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഒരിക്കലും നമ്മൾ അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, നീ ശ്രദ്ധിക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ നീ അവിടെ ഇവിടെ ശ്രദ്ധ, പിന്നെ എങ്ങനെ ഈ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഈ ടീച്ചർ പറയണത് നേരെ എഴുതിയെടുക്കാൻ പറ്റുക, അവിടെ ഇവിടെ ശ്രദ്ധ, വേറെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കണം, മാനത്ത് നോക്കിയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവര് ഞാൻ മാനത്ത് നോക്കിയിരിക്കുകയാണല്ലേ എന്നുള്ള രീതിയിൽ വീണ്ടും അവർ അങ്ങനെയാണ് അതിനെ ആലോചിച്ചെടുക്കുന്നത്. അത് ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലോട്ട് ഒക്കെ നയിക്കും. അതായത് എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് കുട്ടിയുടെ ഉള്ളിൽ തോന്നും. അത് പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ അവനെ ഒരുപാട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ഡെവലപ്മെന്റ് കാണുമ്പോൾ, ഇപ്പൊ അവൻ ബിയും ഡിയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കിയ തെറ്റിക്കാതെ ആവുമ്പോൾ അതിന് അപ്രിസിയേഷൻ കൊടുക്കണം നമ്മൾ. അതേപോലെ തന്നെ റെമഡിയൽ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ലേണിംഗ് റിലേറ്റഡ് പ്രോബ്ലംസിനൊക്കെ വിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യണം. നീ ഇതൊക്കെ ശരിയാക്കുന്നുണ്ടല്ലേ, നിനക്കിപ്പോ നന്നായിട്ട് കണക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമായി, നീ എന്തായാലും നന്നായിട്ട് ചെയ്യ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ സാധനങ്ങൾക്ക് അപ്രിസിയേഷൻ കൊടുക്കണം സൈഡിലായിട്ട്. അല്ലാണ്ട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തൽ മാത്രം നമ്മളെ ആലോചിച്ചാൽ മതി, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്നും നമ്മൾ ഇന്റൻഷനലി വേദനിപ്പിക്കാൻ ചെയ്യുന്നതല്ല, ഇത് നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷനോടും നമുക്കും വിഷമ. അതായത് കുട്ടിക്ക് എന്താ പറ്റി എഴുതാൻ പറ്റുന്നില്ലല്ലോ, അവന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്റെ മുന്നിൽ മാത്രം പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമാണ് നമുക്ക്. പക്ഷെ ആ വിഷമം ഫ്രസ്ട്രേഷൻ ആയിട്ട് ഒരിക്കലും പുറത്തു വരരുത്. പ്രത്യേകിച്ച് അവൻ ഇത്രയും ആങ്ഷ്യസ് ആയിട്ട് ഇത്രയും പറ്റാത്ത ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ. അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെന്ന്, ഇപ്പം എനിക്ക് ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിലൊരു ട്രീറ്റ്മെന്റ് വരുന്നത് പക്ക നമ്മുടെ ഒരു എന്താ പറയാ ഫോണറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് വെച്ചിട്ടും, അതായത് കുട്ടീനെ ആദ്യം നമ്മൾ ലെറ്റർ പഠിപ്പിക്കും, ലെറ്ററിന്റെ പേര് പഠിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് പഠിപ്പിക്കും, പിന്നെ ഇങ്ങനെ ഓരോ ക്രമം വെച്ച് അങ്ങനെയാണ് സെന്റൻസ് കൺസ്ട്രക്ഷനും ഓരോന്നോരോ വളരെ ബേസിക് തൊട്ടേ നമ്മൾ പഠിപ്പിച്ചു വരും. അത് ഭയങ്കര ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ അങ്ങനെയാണ് എന്ത് വരിക. അപ്പൊ ഇതിൽ ആക്ച്വലി എനിക്ക് ഈ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്ന സാധനം, നമ്മളിത് പ്രൊഫഷണൽസിന്റെ കയ്യിൽ എത്തിക്കണം, കുട്ടി എത്തിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ എത്രയോ കുട്ടികളുണ്ട്. ഇപ്പൊ ഞാന് എന്താ പറയാ ലാസ്റ്റ് ഒരു റെഡ് ക്രോസിന്റെ റെഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ NSS ഒക്കെ NCC NSS ഒക്കെ പോലെ. അപ്പം അവിടെ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു ടോപ്പിക്കിൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പോയപ്പോ ഇവർക്ക് അതായത് മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് വായിക്കാനും എഴുതാനും ഒക്കെ. പക്ഷെ അവരതില് എന്താ പറയാ അത് അവർ ഭയങ്കരമായിട്ട് അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അതിനെ ഇതാക്കാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഉണ്ടോന്ന് അവരുടെ പാരന്റ്സിനോ അവർക്കൊന്നും അറിയില്ല. അപ്പൊ ആക്ച്വലി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ നമ്മൾ പഠിക്കാൻ കുട്ടിക്ക് പറ്റാത്തത് അവന് അത് അല്ലെങ്കിൽ അവനത് കഴിവില്ലാത്തതാണ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. എത്രയോ കുട്ടികൾ ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് എത്തിക്കുക എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് നമ്മുടെ നാണക്കേട് കൊണ്ടുവച്ചോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നാട്ടിൻപുറത്തുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ച് ടൗണിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, പ്രൊഫഷണൽസിനെ കാണിക്കണം. അപ്പൊ അതിന്റെ ഒരു എഫേർട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ പ്രൊഫഷണൽസിന്റെ കയ്യിൽ നമ്മുടെ കുട്ടിക്കുള്ള ബുദ്ധിമുട്ട് എത്തിക്കാൻ നമ്മൾ ഒരിക്കലും വൈകരുത്. അങ്ങനെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ലേണിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട പ്രൊഫഷണൽസിന്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ. കാരണം ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ എത്തിക്കും. ഇത് നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ച് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ശരിയായിക്കോളുന്നോ വിചാരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറൊരു സാധനം ഞാൻ ഇതിൽ പറയണമെന്ന് വിചാരിച്ചത്, ലേണിംഗ് ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ് ഒന്നും ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന സാധനമല്ല. അതായത് 5ാം ക്ലാസ് വരെ കുട്ടി ഭയങ്കര മാർക്ക്, 6 തൊട്ട് മാർക്കേ ഇല്ല, അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല. അത് കുട്ടിക്ക് എൻവയോൺമെന്റിൽ വന്ന എന്തോ പ്രശ്നമോ അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും റിലേറ്റഡ് ബുദ്ധിമുട്ടോ ആയിരിക്കും. സഡൻ ആയിട്ട് അവന് ലേണിംഗ് ഡിസബിലിറ്റി വരാൻ ഒരു കാരണമുള്ളൂ, അവന്റെ ബ്രെയിനിലെ ഏതെങ്കിലും ഏരിയാസിന് പ്രോബ്ലംസ് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലാത്തതൊക്കെ ജന്മനാ വരുന്ന
പ്രോബ്ലംസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോട്ടോർ സ്കിൽസിന്റെ ഒക്കെ പ്രോബ്ലംസോ കൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവന് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡോ പ്രോബ്ലംസോ ആയിരിക്കും. അപ്പൊ ഇതും കൂടെ ഒരു നോളേജ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നുള്ളത് കുട്ടികളിലെ. അതായത് ആങ്സൈറ്റി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ വിചാരിക്കും ഫിയർ ആണ്, പേടിയാണെന്ന് വിചാരിക്കും. പക്ഷെ പേടിയല്ല ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിലുള്ള പേടിയാണ്. ആ ഏജിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിലുള്ള പേടിയാണ് കുട്ടികൾക്ക്. ഇങ്ങനെ അതായത് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ഭയങ്കരമായിട്ട് പേടിക്കും. സ്കൂളിൽ എന്നെ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ പറ്റി അയാൾ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കുഞ്ഞു കുട്ടികൾ വരെ അങ്ങനെ ആലോചിക്കും. അപ്പൊ അതൊന്നും ഒട്ടും ഏജിന് അപ്രോപ്രിയേറ്റ് ഇല്ല. നമുക്കറിയാലോ ഒരു ഏജിൽ നമ്മൾ ഇങ്ങനെ പട്ടി അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് അതാണ് ഫിയർ ആക്ച്വലി. അല്ലെങ്കിൽ ഫിയർ നമുക്ക് ആവശ്യമാണ് ലൈഫിൽ. പക്ഷെ ആങ്സൈറ്റി എന്നുള്ളത് ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ആണ്. ഈ ആങ്സൈറ്റിയുടെ ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഫിസിയോളജിക്കലായിട്ട് ബയോളജിക്കലായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കരമായിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കുട്ടി എന്നല്ല, എല്ലാവർക്കും ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ബോഡി വിചാരിക്കുകയാണ് എന്തോ ഒരു എമർജൻസി അല്ലെങ്കിൽ എന്തോ ഒരു ത്രട്ട് വരുന്നുണ്ട്, മാക്സിമം എനർജി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ടപ്പടപ്പടപ്പടേന്ന് ഇടിക്കും. അത്രയും ഓക്സിജൻ വേണം, അത്രയും ബ്ലഡ് പ്രഷർ വേണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. നമ്മുടെ തൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, തല കറങ്ങണ പോലെ തോന്നാൻ സാധ്യതയുണ്ട്, ഷിവർ ചെയ്യാൻ സാധ്യതയുണ്ട്, നന്നായി വിയർക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് സിംറ്റംസ്, ഫിസിയോളജിക്കലായിട്ട് ഒരുപാട് സിംറ്റംസ് നമുക്ക് ആങ്സൈറ്റി വരുന്ന സമയത്ത് ഉണ്ടാവും. ഇങ്ങനെ വരുന്നതിന് നമ്മൾ പാനിക് അറ്റാക്ക് എന്നാണ് പറയാറ്. അപ്പൊ ഇത് പല കുട്ടികളും അത് പാനിക് അറ്റാക്ക് എന്നൊന്നും അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് അവർക്ക് അറിയില്ല. അവർക്കൊരു പേടി വരുമ്പോൾ വയറിലൊരു കാളല് എന്നാണ് പൊതുവെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കുഞ്ഞു കുട്ടികൾക്ക് ഇത്രയും വിശദമായിട്ടൊന്നും പറയാറില്ല. അപ്പൊ പൊതുവെ കുട്ടികൾ നമ്മളോട് അങ്ങനെ പറയും, വയറിലൊരു കാളല്, എക്സാം ആണ്, പക്ഷെ എക്സാമിന് ടൈം ടേബിൾ വന്നാൽ തന്നെ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം തൊട്ട് വയറിലൊരു കാളലാണ്, ഭയങ്കര തലവേദന. ഇപ്പൊ ലാസ്റ്റ് ഒരു വീക്ക് മുന്നേ ഒരു കുട്ടി ഇതേപോലെ ഒരു കേസായിട്ട് വന്നിരുന്നു. അവക്ക് എപ്പോ എക്സാമിന്റെ ടൈം ടേബിൾ വരുന്നോ അപ്പൊ തൊട്ട് അവൾക്ക് പനിയായിരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ അവൾക്ക് റിലാക്സേഷനുള്ള കുറച്ച് കാര്യം കൊടുത്തപ്പോൾ തന്നെ അവൾ ഓക്കെ. അപ്പൊ ആ ആങ്സൈറ്റി എന്നുള്ള ഒറ്റ ഫാക്ടർ ആയിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇത്രയും ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ആങ്സൈറ്റി വരുമ്പോൾ. അപ്പൊ ഇതിൽ തന്നെ വരുന്നതാണ് സോഷ്യൽ ഫോബിയും അതേപോലെ സ്കൂൾ ഫോബിയും എന്നുള്ള സാധനങ്ങളൊക്കെ. സോഷ്യൽ ഫോബിയ അതായത് നമുക്ക് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുട്ടിക്ക് ഭയങ്കര പേടിയായിരിക്കും. അതായത് ആരായിട്ടും മിണ്ടില്ല, ഭയങ്കര ഷൈ ആയിട്ട് ആരായിട്ടും മിണ്ടാണ്ടിരിക്കുക. ഷൈ ആവുന്നതും മിണ്ടാതിരിക്കുന്നതും വ്യത്യാസമുണ്ട് ആക്ച്വലി. ഷൈ ആവുന്നത് നമുക്ക് ചിലപ്പോൾ ചില കുട്ടികളുടെ ഒരു നേച്ചർ അങ്ങനെ ഇരിക്കും, അതിനെ നമുക്ക് അങ്ങനെയായിട്ട് വിടേണ്ടി വരും. പക്ഷെ അതിനൊക്കെ ഒരു ആങ്സൈറ്റി വീട്ടിൽ ആളുകൾ വരുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി, അതുകൊണ്ട് മനഃപൂർവ്വം എന്താ പറയാ ഇങ്ങനെ വയറുവേദന, അത് വയറുവേദന എന്ന് പറയാം. അപ്പൊ നമ്മൾ വിചാരിക്കും കള്ളത്തരായിട്ട് വയറുവേദനയാണ്. കള്ളം പറയുകയല്ല, അവർക്ക് ശരിക്കും വയറ് വേദനിക്കുന്നുണ്ട്. പക്ഷെ ആ വയറ് വേദനിക്കുന്നത് അവന്റെ ഡൈജഷന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ അവന്റെ വയറിലുള്ള വേറെ സാധനങ്ങളുടെ പ്രോബ്ലം അല്ല. അത് ഈ ആങ്സൈറ്റി കൊടുക്കുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റം ആണത്. എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും ഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആങ്സൈറ്റി വരുമ്പോൾ വരാറുണ്ട്. അപ്പം അതൊരു ഫേക്ക് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ ECG അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. പക്ഷെ അത് അവർ ഫേക്ക് ചെയ്യൊന്നുമല്ല, അവർക്കത് ശരിക്കും ഫീൽ ചെയ്യും. അത് ഈ ആങ്സൈറ്റി കൊടുക്കുന്ന ഒരു പുറത്തോട്ട് കാണിക്കുന്ന ഒരു സിംറ്റം പോലെയാണത്. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്ക് നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിപ്പോ നമ്മൾ എത്രത്തോളം ഇടപഴകും തോറും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഈ ടേമോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഇതിനെ കേൾക്കുമ്പോൾ എന്റെ കുട്ടിക്ക് ചെറിയൊരു ആങ്സൈറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എക്സ്പോഷർ ബേസ്ഡ് ഇന്റർവെൻഷൻസ് ഉണ്ട്. അതായത് സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ഇന്റർവെൻഷൻസിലോട്ടൊന്നും നമുക്ക് കടക്കാണ്ട് ഒരു ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ട്രയൽ ആൻഡ് എറർ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്ന് ഇങ്ങനെ ഗ്രേഡഡ് എക്സ്പോഷർ എന്നുള്ള സാധനമാണ്. അതായത് അതിപ്പം ഇമ്മീഡിയറ്റ്ലി നാളെ നമ്മൾ അങ്ങ് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ പറയണതല്ല ഞാൻ. അങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് പറയണതാണ്. ഭയങ്കരമായിട്ട് ഇത് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള രീതിയിലല്ല. അതായത് ഇപ്പൊ വളരെ ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല കുട്ടികൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു മൃഗത്തിനെ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് പേടിയാന്ന് വിചാരിക്കുക. ഇപ്പൊ യൂഷ്വലി ഇങ്ങനെ പാമ്പിനെയൊക്കെ ഒരുവിധം എല്ലാവർക്കും പേടിയാണ്. ചില കുട്ടികൾക്ക് ഇങ്ങനെ
ഫോർ എക്സാമ്പിൾ പറയാ ഇപ്പൊ വലിയ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തൊരു മാനിനെ ഭയങ്കര പേടിയാന്ന് വിചാരിക്കാം. അപ്പൊ മാനിനെ ഭയങ്കര പേടിയാകുമ്പോ ആദ്യം തന്നെ നമ്മൾ ഈ മാനിനെ നീ എന്തിനാ പേടിക്കുന്ന അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാണ്ട് മാനിനെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. മാനിനെ പേടിയാ നമുക്ക് മനസ്സിലായി, ആദ്യം ആക്സെപ്റ്റ് ചെയ്യാം. മാനിനെ പേടിയാ നമുക്ക് മനസ്സിലായി. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവും, ഓ എനിക്ക് പേടിയാണ്, അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ ഒരു എമ്പതി വർക്ക് ചെയ്യും. എന്നിട്ട് പറയാ ഓക്കെ, മാന്റെ ഒരു ഇമേജ് അമ്മ കാണിച്ചു തരാം എന്നിട്ട് ആദ്യം ഇമേജ് കാണിച്ചു തരാം. അപ്പൊ കുട്ടിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് കുട്ടിക്ക് കുറച്ച് റിലാക്സേഷൻ സാധനങ്ങൾ അത് ഞാൻ പറയാം അടുത്തതായിട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കും. പിന്നെ റിയൽ ആയിട്ടുള്ള മാനിനെ നമ്മൾ സൂവിൽ പോയി അത്രയും എഫേർട്ട് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും ഫോറസ്റ്റ്, ഇപ്പൊ വയനാടൊക്കെ പോലുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാനിനെ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെ ഗ്രേഡ് അതായത് ഇങ്ങനെ ഓരോന്ന് ലെവലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സ്പോഷർ കൊടുക്കുക. അപ്പൊ ഇതേപോലെ തന്നെയാണ് സോഷ്യൽ ഫോബിയയിൽ. സോഷ്യൽ ഫോബിയയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, സാധാരണ നമ്മൾ എപ്പോഴും കുട്ടികളുടെ അടുത്ത് ചെയ്ത് വിജയിക്കുന്ന ഒരു സാധനമാണ്. അതായത് കുട്ടിക്ക് ഒരു പുതിയൊരാൾ വരുമ്പോ തന്നെ കുട്ടി ഇങ്ങനെ അമ്മയുടെ ബാക്കിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിയോട് പറയും ഇത് നോക്കി, ഇത് ആരാന്ന് നോക്ക്, നീ ഒരു ഷേക്കൻഡ് കൊടുത്ത് നോക്കെന്ന് പറയാം. അപ്പൊ അവൻ ഷേക്കൻഡ് ഒന്നും കൊടുക്കില്ല, അല്ലെങ്കിൽ അവള് ഷേക്കൻഡ് ഒന്നും കൊടുക്കില്ല, മാറി നിൽക്കും. പിറ്റേ ദിവസം നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. പിറ്റേ ദിവസം ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം അവൻ കൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാം. നീ കൈ കൊടുത്തില്ലേ, ഗുഡ് ബോയ്. അപ്പൊ അവന് മനസ്സിലാവും, ഓ കൈ കൊടുത്താൽ നല്ലതാണ് ഉണ്ടാവുക, പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആൻസൈറ്റി വരേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവന് മനസ്സിലാവും. എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നത്, നമ്മളും പല കാര്യങ്ങളും നമുക്ക് ആൻസൈറ്റി ഉള്ള അല്ലെങ്കിൽ നമുക്ക് പേടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയാണല്ലോ പഠിച്ചത്. അപ്പം ഈ ആൻസൈറ്റി എന്നുള്ള സാധനത്തിൽ ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ പതിയെ ലെവൽസ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഷെയ്ക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സുഖാണോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ അമ്മമാര് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒന്നും കൂടെ കോൺഷ്യസ് ആയിട്ട് ഒന്നും കൂടെ ക്ഷമയോടുകൂടെ ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനത്തെ ആങ്സൈറ്റീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ്, കുട്ടീനെ ഇപ്പോ എന്താ പറയാ, അമ്മ സ്കൂളിൽ കൊണ്ടാക്കിയിടുമ്പോ അത്രയും ആങ്സൈറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ അമ്മ കൂടെ ക്ലാസ്സിൽ ഇരിക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ക്ലാസ്സിന്റെ പുറത്തിരിക്കുക. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അമ്മ സ്കൂളിലുണ്ട് പക്ഷെ കുട്ടിക്ക് കാണാൻ പറ്റില്ല, കാണുന്ന ദൂരത്തല്ല, പക്ഷെ അവിടെ ഉണ്ടെന്ന് അറിയാം. പിന്നെ അടുത്തതിൽ അമ്മ എപ്പം കാണാൻ തോന്നിയാലും ഫോൺ ചെയ്യാം, അങ്ങനെ ആക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അമ്മയെ കാണാം. അങ്ങനെ 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 ലെവലായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുക. അതിൽ നമുക്ക് ഭയങ്കര ഒരു എക്സ്ട്രീം ആയിട്ട് തോന്നണം, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് നമുക്ക് പ്രൊഫഷണൽസിന്റെ അടുത്ത് പോകാൻ പറ്റും, നമുക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റും, ആരുടെ അടുത്താണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് കുറെ റിലാക്സേഷൻ ടെക്നിക്സുകൾ ഉണ്ട്. അതായത് നമ്മൾ പൊതുവെ ആളുകളോട് നമ്മൾ പറയും ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ, ഇൻഹേൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യാൻ പറയും. നല്ല സമയം എടുത്ത് പതിയെ ഉള്ളോട്ട് ഇങ്ങനെ എടുത്ത് 1 2 3 4 5 പിന്നെ പതിയെ പുറത്തോട്ട് വിടുക. അങ്ങനെ നമ്മൾ എപ്പോഴും പറയും. അത് ആളുകളോടും പറയും, കുട്ടികളോടാണെങ്കിലും ഒക്കെ പറയാം. അപ്പം പൊതുവെ ആളുകൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ റീലുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇതൊരു ഡ്രാമയായിട്ടാണ് ആളുകൾ കാണുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാന്ന്. അപ്പൊ സ്റ്റേജിൽ കയറാൻ ഒരു കുട്ടി ടെൻഷൻ അടിക്കും, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യും എന്ന് പറയും. അപ്പൊ അങ്ങനെ അതൊരു കാഷ്വൽ സാധനം ആയതുകൊണ്ട് ഇതിന് വലിയൊരു വിലയില്ല. ഇതൊരു ഡ്രാമയായിട്ട് ആളുകൾ കാണുന്നത്, ഇതിന് വലിയ കാര്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ബേസിക്കലി ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഭയങ്കര അത്രയും ടെൻഷൻ വരുന്നുണ്ടെങ്കിലും കുട്ടിയോട് പതിയെ ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് പതിയെ ഉള്ളോട്ട് ഇൻഹെയിൽ ചെയ്യാൻ പറഞ്ഞ് പതിയെ പുറത്തോട്ട് വിടുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പതിയെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കാം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ. നമ്മൾ പേടിച്ച സമയത്ത്, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുകയല്ലേ. അപ്പൊ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര, നമ്മുടെ ബ്രീത്ത് ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ അങ്ങനെ പേടിച്ചുള്ള സമയത്താണ് നമ്മുടെ ബ്രീത്ത് നമ്മളിങ്ങനെ അങ്ങനെ പെട്ടെന്നാവും വലിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് സ്ലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിന് മനസ്സിലാവും. ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പൊ പറ്റില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നേരെ മറിച്ച് നമ്മൾ ബ്രീത്തിങ്ങനെ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിന് മനസ്സിലാവും, അത്ര ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ഞാനൊന്ന് റിലാക്സ് ആവാം, അല്ലെങ്കിൽ ഞാൻ ഈ എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ റിലാക്സ് ആവാന്ന് ആർക്കും മനസ്സിലാവും, ബ്രെയിനിന് മനസ്സിലാവും. അപ്പൊ ബ്രെയിൻ ഇങ്ങനെ കാം ഡൗൺ ആവും. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ സാധനം ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആങ്സൈറ്റി ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ പതിയെ ഇങ്ങനെ പോകുന്നതായിട്ട്, ഇങ്ങനെ ടപ്പേന്ന് പറഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പതിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്ന പോലെ നമുക്ക് മനസ്സിലാവും. അത്രയും എഫക്റ്റ് ഉള്ള സാധനമാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻഹെയിലും എക്സ്ഹെയിലും പതിയെ സ്ലോലി ചെയ്യാൻ കുട്ടികളോട് നമുക്ക് പറയാം, അവരെ ചെയ്യിക്കാൻ നമുക്ക് ശീലിക്കാം. ഉറങ്ങുമ്പോഴാണെങ്കിലും അങ്ങനെ ആങ്സൈറ്റി ഉള്ള കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ. അതായത് അവർക്ക് പേടി ഉണ്ടെന്ന് പറഞ്ഞാൽ നീ എന്തിനാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള സാധനം. ഞാൻ ഇപ്പൊ നിങ്ങളോട് വന്ന് പറയുവാണ്, എന്താ പറയാ, എനിക്കിപ്പോ എന്താ പറയാ,
എനിക്ക് മോൺസ്റ്ററെ ഭയങ്കര പേടിയാണെന്ന് ഒരു കുട്ടി വന്ന് പറയുവാണ്. അപ്പൊ അന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയോട് പറയണേ എന്ത് മോൺസ്റ്റർ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ വിചാരിക്കാം. കുട്ടിയെ സംബന്ധിച്ച് കുട്ടി നോണ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താ അമ്മ വിശ്വസിക്കാത്ത എന്നാ കുട്ടിക്ക് തോന്നുക. പക്ഷെ നേരെ മറിച്ച് ഓ മോൺസ്റ്റർ മോൾക്ക് പേടിയാണോ, ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞു കൊടുക്കാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അവരെ എമ്പതൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് ഇന്നത് പേടിയുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനെ പതിയെ പതിയെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സാധനം, നമുക്കിങ്ങനെ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് പലതും വരുമ്പോഴും ഇപ്പൊ ചില സമയത്ത് നമുക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. പക്ഷെ മെഡിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുക അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്കിപ്പം ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഹോർമോണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മെഡിക്കേഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ മെഡിക്കേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ സൈക്കാട്രി ഫീൽഡിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ രീതിയിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിക്കേഷൻസ് തന്നു തരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനല്ലേ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തണം. ഇപ്പോഴത്തെ സിനാരിയോ നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഞാനത് ലാസ്റ്റ് പറയണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇപ്പൊ കൂടെ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ കാണുന്ന സൈക്കോളജിസ്റ്റും നിങ്ങൾ കാണുന്ന പ്രൊഫഷണലും ശരിക്കും ക്വാളിഫൈഡ് അല്ലേ, അവർക്ക് എത്ര ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നതൊക്കെ നോക്കുന്നത് പോലെ തന്നെ അത് നിങ്ങൾ ചിലപ്പോൾ നോക്കുമായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എംഫിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജി കഴിഞ്ഞ ആൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതേപോലെ തന്നെ സൈക്കാട്രി എന്നുള്ളത് MBBS ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്തിനാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യവും ഈ അതേപോലെ തന്നെ കാണുന്ന ഈ നമ്മൾ കാണാൻ പോകുന്ന പ്രൊഫഷണൽ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലേ എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അഫ്കോഴ്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിൽ തന്നെ ഐ ഫീൽ യു ഫീൽ എന്നുള്ള 2 സാധനമുണ്ട്. ഇത് മുന്നേ നമ്മള് ഈ ഒരു സാധനം കഴിഞ്ഞ വെബിനാറിൽ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ചലഞ്ച് പോലെ നിങ്ങളൊന്ന് ഏറ്റെടുത്തൊന്ന് ചെയ്തു നോക്കി എന്താ ഡിഫറൻസ് ഉണ്ടായേ എന്നറിയാം എന്നുള്ളതൊക്കെ പറഞ്ഞായിരുന്നു നമ്മള്. അപ്പം ഇതിലും ഇത് തന്നെ പറയാനുള്ളത്. ഇതിലൊരു സാധനം എനിക്കെപ്പോഴും ഈ യു ഫീൽ എന്നുള്ള സാധനം, ഈ എമ്പതി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ എപ്പോഴും തോന്നാറുണ്ട്. അതായത് ഇപ്പം ഞാനിപ്പോ നിങ്ങളോട് എൻ്റെ ഒരു വിഷമം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് വിഷമം പറയുമ്പോ ഞാൻ പറയാം അത് തോന്നുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് നീ കാര്യമാക്കണ്ട തോന്നുന്നതായിരിക്കും എന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ ഒരിക്കലും നമ്മൾ വിഷമം പറയില്ല അവിടെ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മളെ എമ്പതൈസ് ചെയ്ത് നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെയാണ് കുട്ടികൾ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് വിഷമം പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യാൻ, വിഷമം ഉണ്ട് അല്ലെ, എനിക്ക് മനസ്സിലായി അത് എന്നുള്ളത് എന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിലും എന്റെ വാക്കുകളിലൂടെയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റുള്ളൂ എനിക്കിത് മനസ്സിലായി എന്നുള്ളത്. അതേപോലെ തന്നെ അത്രയും ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വാക്കുകളാൽ പറഞ്ഞേ പറ്റൂ. നമ്മൾ പറയണ മോന് വിഷമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി, അല്ലെങ്കിൽ മോന് കളിക്കാൻ പോണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി, പക്ഷെ എന്താ ചെയ്യുക, ഭയങ്കര വെയിലല്ലേ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ കുട്ടിയെ എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇനീഷ്യൽ സെന്റൻസ് എപ്പോഴും യു ഫീൽ ഇതാണല്ലേ എന്നുള്ള രീതിയിലുള്ള സെന്റൻസ് ആവണം. അതേപോലെ തന്നെ ഐ ഫീൽ എന്നുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, നമ്മളിപ്പോ കുട്ടി നമ്മൾ പറഞ്ഞത് ഒന്നും കേൾക്കുന്നില്ല, ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പം കളിക്കാൻ ടോയ്സ് ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെതറിട്ടേക്കാണ്. അപ്പൊ അങ്ങനെ വെതറിടുമ്പോ നമുക്ക് കുട്ടികളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, ഇതിങ്ങനെ ഞാൻ എന്തോരം ഇഷ്ടപ്പെട്ട് എന്റെ മോന് വാങ്ങിയ സാധനങ്ങളാ അവൻ ഇങ്ങനെ വലിച്ചു വരിയിട്ടേക്കുവാണ്, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അത് കാണുമ്പോ, ഇനി ഇതൊക്കെ പൊട്ടിയാലോ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ അവരുടെ കാലിൽ കുത്തിയാലോ. ഐ ഫീൽ ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇത് തോന്നുന്നു എന്ന് എനിക്ക് എന്താ തോന്നുന്നു, നമുക്ക് എന്താ തോന്നുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അവരോട് പറയാൻ പറ്റും. അപ്പൊ പല കുട്ടികളും അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എടുത്തു വെക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ഫീൽ യു ഫീൽ, ഐ ഫീൽ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം, യു ഫീൽ എന്നുള്ളത് എമ്പതിക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഒരിക്കലും കുട്ടികളുടെ മിസ്റ്റേക്സുകൾ പബ്ലിക്കായിട്ട് എന്ത് ചെയ്യരുത്, അഡ്രസ്സ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് പബ്ലിക്കായിട്ട്, നീ ഇത് ചെയ്തില്ലേ, ഇപ്പം ബെഡ് വെറ്റിംഗ് ഒക്കെ ഉള്ള കുട്ടികളുടെ കാര്യം നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പറയും. അപ്പൊ അത് ഭയങ്കര ഹേർട്ട് ചെയ്യും കുട്ടിയെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അതൊരു തെറ്റല്ല, അതൊരു മിസ്റ്റേക്ക് അല്ല ഒരിക്കലും. കുട്ടികളിൽ ബെഡ് വെറ്റിംഗ് ഒന്നും മിസ്റ്റേക്ക് അല്ല. പക്ഷെ ഞാൻ പറയാം, അവർക്കൊരു പബ്ലിക്കലി പറയാൻ അവർക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കാം. പ്രൈവറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യുക. അതേപോലെ അവരെന്തെങ്കിലും മോഷ്ടിക്കുക, എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. പിന്നെ കുട്ടികൾ ഒരിക്കലും ക്രിമിനൽസ് അല്ല, കുട്ടികൾ ഒരിക്കലും അങ്ങനെ മിസ്റ്റേക്ക് ചെയ്യില്ല.
അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് അറിയാത്തത് അവരെങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാണ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ അവരെന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കണ്ട് നമ്മളിപ്പോ അത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കുക. എല്ലാത്തിനും കയറി ഇങ്ങനെ പറയുന്നതിനേക്കാളും അങ്ങനത്തെ ആയിരിക്കണം. അല്ലെങ്കിൽ പതിയെ പതിയെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ ഫ്രസ്ട്രേഷൻ കൊണ്ട് സൗണ്ട് ഭയങ്കരമായിട്ട് ഉയർത്തിയിട്ടോ അങ്ങനെയൊന്നും അല്ലാണ്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രിസിയേഷനും റെക്കഗ്നിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ കുറച്ച് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്ട്രോക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഇത് പറഞ്ഞായിരുന്നു. അതായത് എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ മോനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് നിന്നെ കാണാൻ. അങ്ങനെയൊക്കെ എന്താണോ അവർക്ക് സന്തോഷം തോന്നുന്നത് എന്നൊക്കെ ഇടയ്ക്ക് അത് പറയാം. അപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിലും അമ്മയ്ക്ക് എന്നെ എന്തില്ലെങ്കിലും അമ്മ എന്റെ കൂടെ, എന്തില്ലെങ്കിലും അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവും എന്ന് കുട്ടിക്ക് തോന്നും. അത് ഭയങ്കരമായിട്ട് സഹായിക്കും. അവരെന്ത് വിഷമം വരുമ്പോഴും നമ്മളോട് വന്ന് പറയാനും ഒക്കെ സഹായിക്കും. സ്കൂളിലും അല്ലെങ്കിൽ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ മനസ്സിലാക്കാനും അവരോട് നമ്മളോട് ഷെയർ ചെയ്യുന്ന രീതിയിലോട്ടും ആക്കാൻ പറ്റും. അപ്പം ഇതാണ് മൊത്തത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. ഭയങ്കര ഫോർമലായിട്ട് ഭയങ്കര അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും, പിന്നെ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് കുട്ടീന്റെ എമ്പതി, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ള സാധനം. പിന്നെ മൊത്തം കുറച്ച് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചുരുക്കി മനസ്സിലാവുന്ന അത്രയും രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഭയങ്കര ഇൻഡെപ്ത് ഉള്ള സാധനങ്ങളാണ് അതിൽ ഓരോ ഡിസോർഡേഴ്സും. അപ്പം ജസ്റ്റ് അതിനെ പറ്റി ഒന്ന് അറിയാം. പിന്നെ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽസിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള കാര്യം പറയാനുള്ളത്. പിന്നെ ഒരുവിധം ഞാനൊന്ന് ഓടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾക്ക് ആങ്സൈറ്റി വരുന്ന സമയത്ത് അവർ കള്ളം പറയാൻ ശ്രമിക്കുമോ? ശ്രമിക്കുമെന്ന് വെച്ചാൽ ശ്രമിക്കും എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പേടി കൊണ്ട്, നമ്മളിപ്പോ പേടി കൊണ്ട് ചിലപ്പോ പറഞ്ഞു പോവാലോ. അപ്പൊ അതുപോലെ പറയാൻ സാധ്യത. പക്ഷെ അതൊരു കള്ളം പറയാന്നുള്ള ഇന്റൻഷൻ കൊണ്ടല്ല. ആങ്സൈറ്റി എന്നുള്ളത് എന്താന്ന് വെച്ചാല് ഒരു ത്രട്ട് വരുന്നുണ്ട് എന്നുള്ള പേടിയാ. അപ്പൊ കള്ളം പറയാൻ സാധ്യത കുറവാണ്. അതിനേക്കാൾ ചിലപ്പോ ആ സമയത്ത് ആ ആങ്സൈറ്റിയിൽ അവർ ചിലപ്പോൾ അവർക്കൊരു കൺട്രോൾ ഇല്ലാണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാലായി. അങ്ങനെ കള്ളം പറയും എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു പക്ഷെ അതിനും സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും? നിങ്ങക്ക് ഹെൽപ്ഫുൾ ആയോ? അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി എന്താ പറയാ, ഭയങ്കര കുറേ കണ്ടന്റ് നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞിതായിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ കുറേ തിയറി ഉണ്ട് കേട്ടോ. പാരന്റിങ് റിലേറ്റഡ് ആയിട്ടും ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് തിയറീസ് നമുക്ക് ഈ കോണ്ടെക്സ്റ്റിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അത് വെറുതെ ഡിസ്കസ് ചെയ്ത് പോവാ എന്നതിനേക്കാൾ ഉപരി നമുക്ക് യൂസ്ഫുൾ ആവുന്ന, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പം ഇതിലെന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ? ഞാൻ കറക്റ്റ് ഒരു ഓക്കെ താങ്ക് യു അസ്ന. ഹനാസ്, സോറി. മാക്സിമം പറഞ്ഞോളൂ. ഹായ്, ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഓഡിബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഓക്കെ, ഫൈൻ. എന്റെ പേര് സഫീർ, കോഴിക്കോടാണ് സ്ഥലം. എന്റെ മോന് ഇങ്ങനെ ADHD ഇഷ്യൂ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ ADHD എന്ന് പറയുന്നത്? സംഭവം ഒന്നും ഹൈപ്പർ ആക്റ്റീവ് അല്ല, ജസ്റ്റ് അങ്ങനെ ഓവർ ആക്റ്റീവ് ഉള്ള പോലത്തെ ചെറിയ സംഭവമാണ്. ആണല്ലേ? ക്യൂറബിള് അങ്ങനെയൊക്കെ ഉപരി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ADHD. എന്താ പറയാ, മാനേജബിൾ ആണ്. അതായത് ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് കുട്ടിക്ക് വേണ്ട ആക്ടിവിറ്റീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുത്താൻ നമുക്ക് പറ്റും. പിന്നെ അതിന് ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് കുറച്ച് ലെവൽസ് ഉണ്ട്.
അതായത് സിവിയർ ആയിട്ടുള്ള ADHD ഉണ്ട്, മൈൽഡ് ഉണ്ട്, മോഡറേറ്റ്, അങ്ങനെ അതിനൊരു ലെവൽ ഉണ്ട്. പിന്നെ പല ടൈപ്സും ഉണ്ട് ADHD. അപ്പൊ ഞാൻ പറയുമ്പോ അങ്ങനത്തെ ഒരു തോന്നലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ ഒന്ന് ഒരു പ്രൊഫഷണലിന്റെ കയ്യിൽ എത്തിക്കുവാണെങ്കിൽ ആള് ചിലപ്പോ ഒന്നും കൂടെ വൃത്തിയായിട്ട് കുട്ടിയെ കണ്ടിട്ടും കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോ കൊയിലാണ്ടിയുള്ള ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ കാണിച്ചിരുന്നു. അപ്പൊ വീക്ക്ലി ട്വൈസ് 2 ക്ലാസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആണല്ലേ? ക്ലാസ്സിന്റെ അടുക്ക് സ്കൂളിന്റെ അടുക്ക് 1 മണിക്കൂർ ഒരു ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ. അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അങ്ങനെയല്ല, പ്രൊഫഷണൽസിന്റെ കയ്യിൽ എത്തിച്ചല്ലോ, അത് ഭയങ്കര അത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള. ഫസ്റ്റ് എന്താ വെച്ചാല് LKG പഠിക്കുന്ന സമയത്ത്, അവനിപ്പോ 3rd പഠിക്കുന്നത്. LKG പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പറഞ്ഞിരുന്നു അവന് G അറിയില്ല, ഒന്നും കൂടി LKG ഇടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടികളുടെ ഇടയിൽ എല്ലാം കൂടി പറഞ്ഞു നോക്കുമ്പോ അവനങ്ങനെ അടിക്കുക ചെയ്ത് നോക്കുമ്പോ കുട്ടിക്ക് ഒരു പെട്ടെന്ന് ഫീല് വന്നു. അങ്ങനെ സ്കൂൾ മാറ്റി ചേർത്ത്. പിന്നെ ഇപ്പം കുഴപ്പമില്ല. ആണല്ലേ? എന്തായാലും പ്രൊഫഷണൽസിന്റെ കയ്യിൽ എത്തിണ്ടല്ലോ, അപ്പൊ അവര് നല്ല രീതിയിൽ ഇങ്ങനെ വീക്കിലി, അതേപോലെ വീക്കിലി 2 സെഷൻ അല്ലെങ്കിൽ വീക്കിലി 3 സെഷൻ, അങ്ങനെ തന്നെയാണ് നമ്മളത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. ചെയ്ത് മാനേജബിൾ ആണ്. കുറെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. താങ്ക് യു മാം. നല്ല ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? സോ എല്ലാവരും ഡൗട്ട്സ് കാര്യങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു മാം, താങ്ക്സ് എലോട്ട്. അതുപോലെ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമ്മൾ ഇനിയും ഇതുപോലെ ഒരുപാട് സെഷൻസ് നടത്തുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വൃന്ദ മാമിന്റെ എന്തെങ്കിലും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ റെലിക്കസിന്റെ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും വിത്തിൻ 48 hours 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിലിലോട്ട് എത്തുന്നതായിരിക്കും. സോ അതുപോലെ ജോയിൻ ചെയ്ത എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു. ആൻഡ് താങ്ക് യു ഫോർ Vrinda ma'am for inviting for taking the session. Thank you. Thank you. Yes, I think you can leave now. Everyone can leave. Thank you.